ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഡ്രാമ കോഡിൻ്റെ 6th എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഹീറോയിനെ സർജറി ചെയ്യാൻ തടഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ അടുത്ത് നീ സർജറി ചെയ്യാൻ പോകുന്നു, ആദ്യം സ്കാൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോ ഓടി പോകുന്നത്. അപ്പോൾ സർജറി ആര് ചെയ്യുന്ന നേഴ്സ് ചോദിക്കുമെങ്കിലും ആരും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. നമ്മുടെ ഗ്യാങ് ഒന്ന് ഫ്രീസായി നിൽക്കും. അപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് ചെയ്യണം, BP കുറയുന്നത് പറയുമ്പോൾ നമ്മുടെ ഗ്യാങ് അങ്ങനെ നോർമലായിട്ട് വന്നിട്ട് നമുക്ക് സർജറി ചെയ്യാം, പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് പറയും. അപ്പം നമ്മളുടെ ആ ഒരു പോലീസുകാരൊന്നും അവിടെ നിന്ന് മാറത്തുണ്ടായിരിക്കും. നമ്മുടെ ഗ്യാങ് ആണെങ്കിലും മാറാൻ പറയും. അപ്പോൾ അവർ മാറില്ല. അപ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിലും മാറ് എന്നങ്ങ് ഷൗട്ട് ചെയ്യും. അപ്പോഴേക്കും അവർ മാറി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലും അവൻ്റെ ചീഫിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സർജറി ചെയ്യാതാക്കി കളഞ്ഞു പാർക്ക്. അപ്പോൾ അവനാണെങ്കിലും അതൊന്നും പറ്റത്തില്ല, ഞാൻ ഒന്നും ഇതിന് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ എല്ലാത്തിനും കാരണം നിങ്ങളാണ്, നിങ്ങളും അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആ രോഗിക്ക് എന്ത് വന്നാലും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയോളൂ എന്ന് ഹീറോ പറയും. ഇവിടെയാണെങ്കിൽ ആ പേഷ്യൻ്റ് സ്കാനിങ് എടുക്കുമ്പോൾ അതിൽ കാണുന്നത് അയാളുടെ കഴുത്തിലൊരു ബ്ലൈഡ് കയറിയിരിക്കുന്നതാണ്. അടുത്തിന് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗ്യാങ് നിൽക്കുമ്പോൾ അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഇത്രയും നേരിട്ട് എന്ത് ചെയ്തു നോക്കും. എന്നിട്ട് ആ സ്കാനിങ് നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, ഇത് ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെന്ന് പറയും. നമ്മൾ നേഴ്സാണെങ്കിലും ആ സർജറിക്ക് വേണ്ടിയിട്ടെല്ലാം ഉള്ള കാര്യങ്ങൾ ചെയ്യും. അനസ്തേഷ്യയിലുള്ള ആൾക്കാരെ മാത്രം വിളിക്കണം. നേഴ്സ് പോകുമ്പം അവിടെ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഉണ്ടായിരിക്കും. നീ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കറിയാം ഹീറോ വരുമെന്ന്, ഈ സർജറി നടക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങിയാൽ മതി എന്ന് പറയും. ഇവിടെയാണെങ്കിൽ 3 മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്ന് സംസാരിക്കായിരിക്കും. ഈ പ്രാവശ്യം നമ്മുടെ ഹീറോ പെട്ടു, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ആ സമയം അത് കേട്ടുകൊണ്ട് നമ്മുടെ കിം വരും. എന്തോ പറ്റി ഹീറോയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മുടെ പാർക്കാണെങ്കിൽ ഇത് ഹീറോ ആണ് ആ ഒരു പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്ത് വരാനുള്ള കാരണം, കോമയിൽ പോകാനുള്ള കാരണം ഹീറോ ഡ്രൈവിങ്ങിൽ വെച്ച് സർജറി ചെയ്തതുകൊണ്ടാണെന്ന് ആ പറഞ്ഞൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് റിപ്പോർട്ടേഴ്സൊക്കെ വരുന്നുണ്ടെന്ന്. കിമ്മാണെങ്കിൽ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ അടുത്ത് കാണിക്കുന്ന നമ്മുടെ പാർക്കും അതിൻ്റെ DMും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഹീറോ ആണ് ഇതിനുള്ള കാരണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിന് തല ഒഴിയണം. അപ്പോൾ നമ്മുടെ DM ചോദിക്കും, ഇതിന് വേണ്ടിയിട്ട് ഇത്രയും എക്സ്ട്രീം വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ആ എക്സ്ട്രീം വരെ പോകണം, എങ്കിൽ മാത്രമേ ഇനി നമ്മുടെ ആ ഒരു ഹെൽത്ത് മിനിസ്റ്റർ ആരെയും കൊണ്ടുവരാതിരിക്കുകയുള്ളൂ. ഇപ്പം അയാൾ കൊണ്ടുവന്നതല്ലേ, ഇനി ഇത് തന്നെ അവസാനിക്കണോ നമ്മുടെ പാർക്ക് പറയുന്നത്. ഇവിടെ സർജറി കാണിക്കുന്നുണ്ട്. സർജറി അങ്ങനെ സ്മൂത്തായിട്ട് പോയിട്ടിരിക്കും. പക്ഷേ ആ പേഷ്യൻ്റെ ആ ഒരു ഹാർട്ടിൻ്റെ അടുത്തോട്ട് ആ ഒരു ബ്ലൈഡ് എത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും, നമ്മളുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ വെയിൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഗ്യാങ് ആണെങ്കിലും പറയും ഉണ്ട്, പക്ഷേ സപ്ലൈസ് റൂമിലാണ്, എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറയും. നമ്മുടെ നേഴ്സ് ആണെങ്കിലും ഓടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാങ് പറയും, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവനാണെങ്കിലും പിറകുന്നോട്. നേഴ്സ് അവിടെ പോയിട്ട് വെയിൻ ചോദിക്കുമ്പോൾ ഒരു തരത്തില്ല. ആ ഒരു നിങ്ങളാരാ, നീ ഒരു നേഴ്സല്ലേ, നേഴ്സ് ചോദിച്ചാൽ തരാൻ പറ്റാന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു വരും. പക്ഷെ നിങ്ങൾക്കും തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാൻ പറയും. നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിലും വേറെ വഴിയില്ല. എന്നിട്ട് നമ്മുടെ നേഴ്സ് പറയും, ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ വഴിക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിനെ ഒരു റൂമിനകത്തോട്ട് നമ്മുടെ ഗ്യാങ്ങും നേഴ്സും കൂടെ പൂട്ടിയിടുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ആ ഒരു വെയിൻ സെർച്ച് ചെയ്യും. അങ്ങനെ നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിലും ആ ഒരു വെയിൻ അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഡോക്ടർ പുറത്തിറങ്ങി വന്നു, കള്ളന്മാരെ നിങ്ങൾ മോട്ടിക്കുന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ നേഴ്സ് ആണെങ്കിൽ നിന്നെക്കാളും സ്പീഡായിട്ട് ഞാനാ ഓടുകയെന്ന് പറഞ്ഞിട്ട് ആ സാധനം വച്ചിട്ട് ഓടുന്നുണ്ട്. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ അവളുടെ പിറകെ ഓടുന്നുണ്ടെങ്കിലും അവളുടെ അടുത്തെത്തില്ല. അവനാണെങ്കിൽ കിം വന്ന് തടയുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹീറോയ്ക്കെതിരെയുള്ള മീറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മുടെ ഗ്യാങ്ങിനോട് പറയുന്നുണ്ട്. ഗ്യാങ് ആണെങ്കിലും തിരിച്ച് സർജറിക്ക് വന്നിട്ട് ഹീറോയോട് ഇതുപോലെ നമ്മുടെ പാർക്ക് സാറിനെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഹീറോ എടുത്ത് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 20 മിനിറ്റുള്ള ആ ഒരു കോൺഫറൻസ് നിർത്താൻ വേണ്ടി ഈ പേഷ്യൻ്റ് ഇട്ടിട്ട് പോകണമെന്ന് ചോദിക്കും. നീ പണി നോക്കി എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ടെൻഷൻ കാരണം, ഇല്ല സാർ നമുക്കത് ചെയ്യണമെന്ന്, നീ ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് പേഷ്യൻ്റാണ് ഇമ്പോർട്ടൻറ്റ്, കോൺഫറൻസ് ഒക്കെ പിന്നെ നോക്കാമെന്ന് പറയും. ഇവിടെയാണെങ്കിൽ കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കിമ്മാണെങ്കിലും പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഹീറോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ചോദിക്കും, ആ ഒരു സർജറിയിൽ കൂടെ ഉണ്ടായിരുന്നവർ. പക്ഷെ അവരാരും തന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം എന്തിനാ ഒരു പ്രശ്നമെന്ന് കരുതിയിട്ട്. നമ്മുടെ കിമ്മിനാണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ കോൺഫറൻസ് തുടങ്ങി ആ ഒരു പയ്യൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ പറയും. നമ്മുടെ പാർക്കാണെങ്കിൽ അഭിനയിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഇവിടെ നേഴ്സിൻ്റെ അടുത്ത് ഒന്ന് ഹീറോയുടെ അടുത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ണ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ സർജറി ചെയ്യ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പാർക്കാണെങ്കിൽ നമ്മുടെ ഹീറോയെ പറ്റി മോശമായിട്ടൊക്കെ പറയും. അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കിമ്മാണെങ്കിൽ സഹിക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് ഇനി ഞാൻ സംസാരിച്ചാലേ ശരിയാവുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അതാ ഹീറോയും നേഴ്സും നമ്മുടെ ഗ്യാങ്ങും കൂടെ വരുന്നുണ്ട്. നമ്മുടെ കിമ്മാണെങ്കിൽ നിൽക്കും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു വാൺ ചെയ്തു, എന്നിട്ട് കേട്ടില്ല എന്ന് പറയും. മറ്റേ അനസ്തേഷ്യ ഡോക്ടറാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ട് ഇത് കേട്ടിട്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് അവനൊരു ചവിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ നേഴ്സും ഗ്യാങ്ങും ആണെങ്കിൽ ഒരു പേപ്പർ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും.
കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാർക്കാണെങ്കിലും ഹീറോയെ കണ്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പയ്യൻ്റെ അമ്മയാണെങ്കിൽ നിനക്ക് എങ്ങനെ ഇവിടെ വരാൻ തോന്നി, നീ എന്തിനാ ഇങ്ങനെ വന്ന് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നേഴ്സാണെങ്കിൽ അവിടെ പിടിച്ചു മാറ്റും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും അവിടെ വന്ന് സംസാരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഹെലികോപ്റ്ററിൽ വെച്ച് വേറെയും പല സർജറികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കാരണം അത് ഹെലികോപ്റ്ററിൽ സർജറി കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. പക്ഷേ ഇത് ഹെലികോപ്റ്റർ തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആംബുലൻസിൽ പോകേണ്ടി വന്നത്. മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ തന്നില്ല എന്ന് പറയും. അപ്പം നിങ്ങളുടെ ഹെലികോപ്റ്റർ തരാത്തത് കൊണ്ടാണ് എന്ന് അവരുടെ പേരിലാണോ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നത്? അങ്ങനെയില്ല, ഞങ്ങൾ ചോദിച്ചു, പക്ഷെ പാർക്കാണ് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ തരാത്തതെന്ന്. ഇവിടെ നമ്മളുടെ മിനിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ ആ ഹെലികോപ്റ്റർ കൊടുക്കാത്ത ആൾ നിൽപ്പുണ്ടായിരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിൽ അയാൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കാൻ നോക്കുകയും നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ സമ്മതിക്കത്തില്ല. ഇവിടെ നമ്മുടെ പാർക്കാണ് ഇതിനുള്ള കാരണം, പാർക്കാണ് തരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പാർക്കാണെങ്കിലും ഞാനൊന്നും ചെയ്തില്ല, എനിക്കിവിടെ ഉള്ള ജനങ്ങളാണ് വലുതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമെങ്കിലും നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിനെല്ലാം എതിർത്ത് ആ ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുമ്പിലും നമ്മുടെ പാർക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തത് നന്മയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി ഓക്കെ, നിങ്ങളിത് ചെയ്തതെല്ലാം നന്മയ്ക്കാണെങ്കിൽ നിങ്ങൾ ദംസമിൻ്റെ മുമ്പിൽ ഇത് പറയാൻ പറയും. അപ്പോൾ ദംസം അവൻ്റെ മുമ്പിൽ ഞാൻ പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു അമ്മ വന്ന് അവനൊരു അടി കൊടുക്കും. ദംസം എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് നാണം കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇവിടെ നമ്മുടെ പാർക്കാണെങ്കിലും നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആണെന്നുള്ള കാരണമെല്ലാം അവരിനി ഇലക്ഷന് നിൽക്കാൻ പോകുന്നത് കൊണ്ടാണ് ഈ ഹീറോയ്ക്ക് ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഹെൽത്ത് മിനിസ്റ്ററിനെ പറ്റിയിട്ട് മോശമായിട്ടൊക്കെ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ ഹെൽത്ത് മിനിസ്റ്ററും ടി വിയിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കാണെങ്കിലും അവരുടെ പി എ പറയും, നിങ്ങൾ ഇലക്ഷന് നിൽക്കാൻ പോകുന്നില്ല, ഇതൊക്കെ നാണക്കേടല്ലേ, അത് നമുക്ക് നോക്കാമെന്ന് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററും പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയും കിമ്മും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ മിനിസ്റ്റർ ഫോൺ ചെയ്തിട്ട് ടി വി നോക്കാൻ പറയും. ടി വിയിലാണെങ്കിൽ ഒരു വലിയ യുദ്ധഭൂമി ആയിരിക്കും കാണിക്കുക. അവിടെ ഒത്തിരി പേര് വെടികൊണ്ടെല്ലാം കഷ്ടപ്പെടുന്നു. എന്നിട്ട് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറയും, അവിടെ ഒരു ക്യാപ്റ്റൻ ഒരുപാട് പേര് രക്ഷിച്ചിട്ടുണ്ട്, അയാൾ പക്ഷേ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അങ്ങോട്ട് നീ പോകണമെന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിലും ശരി ഓക്കെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിമ്മിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇനി കുറച്ച് ദിവസം കാണത്തില്ല, എൻ്റെ ട്രോമ യൂണിറ്റിനെ നിങ്ങൾ വേണം നോക്കാൻ, എൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകും. ഇവിടെ നമ്മുടെ നേഴ്സ് ആണെങ്കിലും ഭയങ്കര ടൂർ പോകണ പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഗ്യാങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരാളുടെ കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻ്റ് അടുത്ത് പോകും. എന്നിട്ട് അനസ്തേഷ്യക്കാരനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവനാണെങ്കിലും വിളിക്കുന്നത് പോലെ അങ്ങ് ഉടനെ പോകുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിലും ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് പോകും. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് കയറി വേറൊരു സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷമാണ് തിരിച്ചങ്ങോട്ട് പോകേണ്ടത്. ആ ഒരു സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ കേസ് ഫയലൊക്കെ നോക്കും. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദൈവമേ ഞാൻ അവിടെ പോയിട്ട് അയാളെ രക്ഷിച്ചോളാം, നിങ്ങളൊന്നും ചെയ്യേണ്ട എന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇവർ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ മിനിസ്റ്റർ ആണെങ്കിൽ അവിടുത്തെ ഡി എമ്മിനെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയും, ആ ഹെലികോപ്റ്റർ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ, പൈസ കൂടുതലാവും എന്ന് പറഞ്ഞിട്ടാണോ എന്ന്. അപ്പോൾ നമ്മുടെ ഡി എം പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ട്രോമ യൂണിറ്റിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹീറോ എന്നോട് ആ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ എനിക്കത് ശരിയായിട്ടാണ് തോന്നിയെന്ന് പറയും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ ഇവിടെ നിന്ന് പോയി ആ ക്യാപ്റ്റനെ രക്ഷിക്കുന്നതിന് എനിക്ക് അതിന് പകരമായിട്ട് തരേണ്ടത് ഒരു ഹെലികോപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഹീറോയൊക്കെ അവിടെ ലാൻഡ് ചെയ്യുമ്പം അവിടുത്തെ ഓഫീസറായിരിക്കും ഹീറോയിനെ വന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെ അവരവിടെ നിന്ന് ഒന്നിച്ച് തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തെത്തുമ്പം അവിടെയുള്ള ഒരു ജൂനിയർ സർജൻ ആണെങ്കിൽ നമ്മുടെ ഹീറോയൊക്കെ കൊണ്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ അയാളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. നിങ്ങൾ എങ്ങനെ ഇത് സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കും. എന്നിട്ട് ആ ഒരു ജൂനിയറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം ക്യാപ്റ്റനെ എന്ന് പറയും. അതിനൊരു നിവൃത്തിയില്ല എന്ന് ആ ഒരു ഡോക്ടറും പറയുന്നുണ്ട്. ആ ക്യാപ്റ്റൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ കൈ മുറിച്ചു മാറ്റുക അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലെന്ന് ഹീറോ പറയും. അത് കേൾക്കാൻ നമ്മുടെ ഗ്യാങ് അങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും, കൈ മുറിച്ചു മാറ്റാനോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും അവിടെ ഇരിക്കുന്നത് കത്തി എടുക്കുന്നുണ്ട്. കത്തി എടുക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഗ്യാങ്ങിനൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഹീറോ ഇതുപോലെ ക്യാപ്റ്റൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പോയി എന്നുള്ള ന്യൂസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കെതിരെ കിടന്ന് നെഗറ്റീവ് ന്യൂസൊക്കെ മാറുന്നുണ്ട്. അടുത്ത് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഒരുപാട് ഗുണ്ടകൾ ഭയങ്കര ഫൈറ്റ് നടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ കിമ്മാണെങ്കിലും ഭയങ്കര ഫ്രീസായിട്ട് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ. അപ്പോൾ നേഴ്സാണെങ്കിലും അവരുടെ ചെവിയിൽ വന്നിട്ട് എന്തോ ഒന്ന് പറയുന്നുണ്ട്. ഉടനെ ബോധം വന്ന പോലെ ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് അയാൾ എണീറ്റ് വരുന്നുണ്ട്. എന്നിട്ട് പറയാം, ഞാൻ നോക്കും, ഞാൻ എല്ലാവരെയും നോക്കും, അപ്പോൾ ഈ എല്ലാവരും ബഹളം വയ്ക്കാതെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ കിമ്മാണെങ്കിൽ അവൻ്റെ കഴുത്തുള്ള സ്റ്റെതസ്കോപ്പൊക്കെ എടുത്തു വെച്ചിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ നിനക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം
ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമ്മുടെ മിനിസ്റ്റർക്ക് ഹീറോ ഇൻഫോം ചെയ്യുന്നുണ്ട് മെസ്സേജ് ആയിട്ടൊക്കെ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. അവിടെ നമ്മുടെ ആർമി ഡോക്ടർ വരുന്നുണ്ട്. സാറിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് ആർമി ഡോക്ടർ പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ കൊള്ളാമല്ലോ, നീ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു, രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ട്രോമ യൂണിറ്റിൽ ചേരാനുള്ള 10-ൽ 10 പൊരുത്തവും നിനക്കുണ്ടെന്ന്. എനിക്ക് മനസ്സിലായില്ല സാർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിനക്കൊരു ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, നീ വരണമെന്ന് പറയും. അപ്പോൾ അവിടേക്ക് നമ്മളുടെ ആ ഒരു ചീഫ് വരുന്നുണ്ട്. എന്നിട്ട് പറയും ഇവനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന്. അതിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് നടത്തും ഡിഫൻസ് മിനിസ്റ്ററും നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട്. അപ്പോൾ അവരാണെങ്കിലും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, റോഡ് മാർഗം ഭയങ്കര യുദ്ധമാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും എങ്കിൽ പിന്നെ ഫ്ലൈറ്റ് എടുത്ത് നമുക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അതിനാണെങ്കിലും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഡിഫൻസ് മിനിസ്റ്റർ ഒബ്ജക്ഷൻ പറയുമ്പോൾ അത് പറ്റത്തില്ല, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്ത ഒരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിക്കും. ഇവിടെ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻറ്റ് DM ആണെങ്കിൽ സ്പൈ വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവനാണെങ്കിലും ക്യാപ്റ്റൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് ഇല്ല, കൈ ഇൻഫെക്ഷനായി, അതുകൊണ്ട് തന്നെ നമ്മൾ സർജറി ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് നേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ, നമ്മളുടെ ഇവിടത്തുള്ള കാര്യങ്ങളെല്ലാം സ്പൈ വർക്ക് ചെയ്യുകയല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഗ്യാങ് ഓടി വന്ന് എമർജൻസി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളെ ഹീറോ മീറ്റിങ്ങിലിരിക്കും. അവിടെ പോയിട്ട് എമർജൻസി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മീറ്റിംഗ് അവിടെ നിർത്തി വെച്ചിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ അയാൾക്കാണെങ്കിൽ ബ്ലഡ് കുറവായിരിക്കും. ആണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് കൊടുക്കുന്നതായിരിക്കും കാണുന്നത്. ബ്ലഡ് കുറവാണ്, എത്രയും പെട്ടെന്ന് ബ്ലഡ് യൂണിറ്റ് വേണമെന്ന് പറയും. അപ്പോൾ പറയും ആ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ സ്ഥലത്ത് ഇന്നലെ തീപിടുത്തം ഉണ്ടായി, അതുകൊണ്ട് തന്നെ ബ്ലഡ് ഇല്ല, എന്നെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ കയറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ആർമി ഓഫീസർ പറയും ഞാനും വരാമെന്ന്. അപ്പം നമ്മുടെ ഹീറോ പറയും വേണ്ട, നിങ്ങൾ വന്നാൽ ശരിയാവില്ല എന്ന്. പോകുന്ന വഴിക്കാണെങ്കിൽ ബ്ലഡ് തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ നേഴ്സാണെങ്കിൽ കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ സമ്മതിക്കില്ല, എൻ്റെ ബ്ലഡ് തീർന്നുകൊണ്ടിരിക്കും, നീ ടയേർഡാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ പോകുന്ന വണ്ടീനെ കുറച്ച് പേര് തടയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും അവൻ്റെ കയ്യിലെ ടാറ്റോ കാണിച്ചിട്ട് മാലിക് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറയും. എന്നിട്ടാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ക്യാപ്റ്റൻ ആണെങ്കിലും BP ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ നേഴ്സാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കും. അപ്പോൾ അവരാണെങ്കിൽ വണ്ടി അനക്കാൻ സമ്മതിക്കുന്നുണ്ടായിരിക്കത്തില്ല. ഹീറോ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കുന്നതോടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഫ്രണ്ട്സ്. അടുത്ത ഒരു എപ്പിസോഡ് കൂടെ നമ്മുടെ ഡ്രാമ ഫിനിഷ് ആവും. നമുക്ക് ഏത് ഡ്രാമയാണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.